Hello dear students, ഇന്നത്തെ റെക്കോർഡ് സെഷൻ ഇസ് ഓൺ മോറുലേഷൻ, ബ്ലാസ്റ്റുലേഷൻ ആൻഡ് ഗ്യാസ്ട്രുലേഷൻ. സോ ക്ലീവേജിൻ്റെ സെഷൻ കഴിഞ്ഞതാണ്, അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് വാട്ട് ഈസ് മോറുല? ആഫ്റ്റർ ക്ലീവേജ് എന്താ സംഭവിക്കുന്നത്? ക്ലീവേജ് ശേഷം ഉണ്ടാകുന്ന സെൽസിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോമിയാസ് എന്ന് വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റോമിയാസ് ദേ അസ്യൂം എ സ്പെറിക്കൽ ഷേപ്പ്. ഓക്കെ, ഒരു സ്പെറിക്കൽ സ്റ്റേജിലോട്ട് വരും. ദാറ്റ് യു ക്യാൻ സീ ഹിയർ ദേ അസ്യൂം എ സ്പെറിക്കൽ സ്റ്റേജ്. ആൻഡ് ഇപ്പോൾ നമുക്കൊരു മൾബറി ഫ്രൂട്ടിനെ പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റേജിലുള്ള എംബ്രിയോനെയാണ് നമ്മൾ മോറുല എന്ന് വിളിക്കുന്നത്. നൗ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ബ്ലാസ്റ്റോമിയാസ് ആർ thickly tightly packed and അവർക്ക് they don't have a cavity inside. സോ ഇതിനെയാണ് മോറുല എന്ന് പറയുന്നത്. സോ മോറുല എന്ന് പറയുന്നത് ആഫ്റ്റർ ക്ലീവേജ് ഉണ്ടാകുന്നൊരു സ്റ്റേജാണ്. Blastomeres, they occupy a spherical shape and they don't have cavity inside. And the process of this morula formation, അതിനെയാണ് നമ്മൾ morulation എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ morulation അല്ലെങ്കിൽ ആഫ്റ്റർ morula, the next stage is the blastula. The blastula എന്ന് പറയുമ്പോൾ what happens is, here you can see that a cavity is formed. മോറുലയിൽ ക്യാവിറ്റി ഇല്ലായിരുന്നു, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് കോൾഡ് എ ബ്ലാസ്റ്റുല. സോ ഇവിടെ ബ്ലാസ്റ്റുലയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. യു ക്യാൻ സീ സെൽസ്, അല്ലേ? സെൽസ് സറൗണ്ടിങ് ദിസ് ക്യാവിറ്റി, ആൻഡ് ദീസ് ബ്ലാസ്റ്റോമിയേഴ്സിനെ വിച്ച് സറൗണ്ട് ദി ക്യാവിറ്റി ഇസ് നോൺ ആസ് ദി ബ്ലാസ്റ്റോഡേം. ഈ ബ്ലാസ്റ്റോമിയേഴ്സ് വിച്ച് സറൗണ്ട്സ് ദി ക്യാവിറ്റി ഇസ് നൗ നോൺ ആസ് ദി ബ്ലാസ്റ്റോഡേം. ആൻഡ് ദിസ് ക്യാവിറ്റി, ഈ ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസീൽ. ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റീനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസീൽ. ആൻഡ് ദ പ്രോസസ് ഓഫ് ദിസ് blastula formation is known as blastulation. Now there are different types of blastula based on the size of the egg, based on the amount of yolk, based on the cleavage. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് the different types of blastula? You have got coeloblastula, stomoblastula, stereoblastula, discoblastula, blastocyst and periblastula. Now we'll first see coeloblastula. Now what is a coeloblastula? Now coeloblastula means it is a blastula with a space. ഇതിന് നടുക്ക് ഒരു സ്പേസ് ഉള്ള ഒരു ബ്ലാസ്റ്റോസീലുള്ള ബ്ലാസ്റ്റുലയാണ് നമ്മൾ നോർമലി സീലോബ്ലാസ്റ്റുല എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ബ്ലാസ്റ്റോസീൽ അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റോസീല് ഇവിടെ എന്തുകൊണ്ട് ഫിൽഡായിട്ടാണ് ഇരിക്കുന്നത്? നൗ ദിസ് ബ്ലാസ്റ്റോസീൽ ഇസ് നോട്ട് എംപ്റ്റി, ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് polysaccharides. Okay, so this is now filled with mucopolysaccharide. Now എങ്ങനെയാണ് സീലോബ്ലാസ്റ്റുല ഉണ്ടാകുന്നത്? സീലോബ്ലാസ്റ്റുല ഇസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കംപ്ലീറ്റ് ക്ലീവേജ് ഓർ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്. നോർമലി നമുക്കിത് മൈക്രോലെസീത്തൽ എഗ്, മീസോലെസീത്തൽ, ഐസോലെസീത്തൽ എഗ്സിൽ കാണാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ കംപ്ലീറ്റ് ക്ലീവേജ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആൻഡ് അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്. അപ്പോൾ അതനുസരിച്ച് തന്നെ സീലോബ്ലാസ്റ്റിൽ നമുക്ക് രണ്ട് രീതിയിലുണ്ടാകുന്നുണ്ട്. സോ ഹോളോബ്ലാസ്റ്റിക്കിൽ ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് ബ്ലാസ്റ്റുലേനെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോളോബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ് ശേഷം ഉണ്ടാകുന്ന സീലോബ്ലാസ്റ്റുലയാണ് ഈക്വൽ സീലോബ്ലാസ്റ്റുല എന്ന് വിളിക്കുന്നത്. ഈക്വൽ സീലോബ്ലാസ്റ്റുല എന്ന് വിളിക്കാൻ കാര്യം എന്താ? ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദ ബ്ലാസ്റ്റോസീൽ അല്ലെങ്കിൽ ദ ക്യാവിറ്റി ഇസ് സെൻട്രലി പ്ലേസ്ഡ് ആൻഡ് അതിനെ സറൗണ്ട് ചെയ്യുന്ന ബ്ലാസ്റ്റോഡേമിലെ എല്ലാ ബ്ലാസ്റ്റോമിയേഴ്സിനും ഒരേ സൈസാണ്. Example, echinoderm. Now what you can see here is that you can see that the blastocele is not centrally spaced. ഇവിടെ ബ്ലാസ്റ്റോഡേമിൽ തന്നെ you can see different sizes of cells. അതായത് ബ്ലാസ്റ്റോമിയേഴ്സ് തന്നെ മൈക്രോമിയേഴ്സ്, സ്മോൾ സൈസ് ബ്ലാസ്റ്റോമിയേഴ്സ് ആയ മൈക്രോമിയേഴ്സിനെയും കാണാൻ പറ്റും, ലാർജ് സൈസ്ഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആയ മാക്രോമിയേഴ്സിനെയും കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദിസ് ഇസ് എ റിസൾട്ടൻ്റ് ഓഫ് ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ്. അതായത് മീസോലെസീത്തൽ എഗ്സ്, അതായത് കുറച്ച് യോക്ക് കൂടുതലുള്ള സെൽസിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു ക്ലീവേജ് കാണാൻ പറ്റുന്നത്. ഏത് ക്ലീവേജ്? ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ് കാണാൻ പറ്റുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ് വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് an unequal coeloblastula is formed. So what is an unequal coeloblastula? In the case of unequal coeloblastula, the blastocele is reduced and it is actually displaced towards the animal pole.
ആൻഡ് ഈ ബ്ലാസ്റ്റോസീലിനെ തന്നെ ആനിമൽ ഹാഫിൽ കവർ ചെയ്യുന്ന ബ്ലാസ്റ്റോഡേം ഇസ് ആക്ച്വലി മൈക്രോമിയേഴ്സ് ആൻഡ് ദ വെജിറ്റൽ ഹാഫിൽ യു ക്യാൻ സീ ദ ലാർജ് സൈസ് ആനിമൽ ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് മൈക്രോമിയേഴ്സ് ആണ്. ആനിമൽ ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്മോൾ സൈസ്ഡ് മൈക്രോമിയേഴ്സ് ആണെങ്കിൽ ദി കേസ് ഓഫ് വെജിറ്റൽ ഹാഫ് യു ക്യാൻ സീ ലാർജ് സൈസ് മൈക്രോമിയേഴ്സ്. നൗ ദിസ് ഇസ് എ ടിപ്പിക്കൽ ബ്ലാസ്റ്റുല ഓഫ് ഫ്രോഗിനൊക്കെ നമുക്കിത് കാണാൻ പറ്റും. Next is a stomoblastula. Now what is a stomoblastula? Now stomoblastula എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് എ സീലോബ്ലാസ്റ്റുല തന്നെയാണ്. സീലോബ്ലാസ്റ്റുല പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് സ്റ്റോമോബ്ലാസ്റ്റുല യു ക്യാൻ സീ ദാറ്റ് ദർസ് എ ക്യാവിറ്റി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നൗ ദർ ഇസ് എ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഉണ്ട്. യു ക്യാൻ സീ ദിസ് എ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ്. ഇത് നമ്മൾ ബ്ലാസ്റ്റുലയുടെ അടിയിൽ നോക്കുകയാണ്, ഈ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ഉള്ള ബ്ലാസ്റ്റുല ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റോമോബ്ലാസ്റ്റുല എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നൗ ദിസ് ബ്ലാസ്റ്റുല ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോമിയേഴ്സ് ആൻഡ് മാക്രോമിയേഴ്സ്. അപ്പോൾ ഈ ബ്ലാസ്റ്റുല ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെ തന്നെയാണ്, ഇങ്ങനെ കുഞ്ഞ് സെൽസായ മൈക്രോമിയേഴ്സും ലാർജ് സെൽസായ മാക്രോമിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. യു ക്യാൻ സീ ലാർജ് മാക്രോമിയേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള മൈക്രോമിയേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ മുകളിലും കാണാൻ പറ്റും. നൗ ഇവിടെ നമുക്ക് ദ ബ്ലാസ്റ്റുല ഹാസ് ആൻ ഓപ്പണിംഗ് ലീഡിങ് ടു ദ ബ്ലാസ്റ്റോസീൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബ്ലാസ്റ്റിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. നൗ ദിസ് ഓപ്പണിംഗ് ഇറ്റ് ലീഡ്സ് ടു ദി ബ്ലാസ്റ്റോസീൽ. ഓക്കെ, ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് ഉള്ളത്? നൗ ദിസ് ഓപ്പണിംഗ് ആക്ട് ആസ് എ മൗത്ത് ടു എൻഗൾഫ് ദ മെറ്റേണൽ ടിഷ്യൂ. മെറ്റേണൽ ടിഷ്യൂവിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാവിറ്റി. യു ക്യാൻ സീ ഇതൊക്കെയാണ് മൗത്തായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ മൗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്യുന്ന സെൽസ് ഏത് സെൽസാണ്? മാക്രോമിയേഴ്സ് ആണ്. അപ്പം ഈ ഒരു ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്യുന്ന ബ്ലാസ്റ്റോമിയേഴ്സ് എങ്ങനത്തെ ബ്ലാസ്റ്റോമിയേഴ്സ് ആണ് അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ദീസ് ആർ ഓൾ ലാർജ് സൈസ്ഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം, വാട്ട് ഇസ് സ്റ്റോമോബ്ലാസ്റ്റുല. സ്റ്റോമോബ്ലാസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇത് ടിപ്പിക്കലി കാണുന്ന സ്പോഞ്ചസിലാണ്. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സ്ഫെറിക്കൽ ബ്ലാസ്റ്റുല, വട്ടത്തിലുള്ള ബ്ലാസ്റ്റുല തന്നെയാണ്. ആൻഡ് ദിസ് ബ്ലാസ്റ്റുല ഹാസ് ഗോട്ട് 2 types ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ്, മൈക്രോമിയേഴ്സ് ആൻഡ് മാക്രോമിയേഴ്സ്. എന്താ പ്രത്യേകത? ദ ബ്ലാസ്റ്റുല ഹാസ് ഗോട്ട് ആൻ ഓപ്പണിംഗ്. ആ ബ്ലാസ്റ്റുലയ്ക്ക് എന്തുണ്ട്? അടിവശത്ത് ഏകദേശം ഈ ഒരു വശത്തായിട്ട് ദർസ് ആൻ ഓപ്പണിംഗ്. അതാണ് നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഓപ്പണിംഗ് കാണാൻ പറ്റും. ആൻഡ് എന്തിനാണ് ഈ ഓപ്പണിംഗ്, എങ്ങോട്ടാണ് ഈ ഓപ്പണിംഗ് ലീഡ് ചെയ്യുന്നത്? നൗ ദിസ് ഓപ്പണിംഗ് ഓർ ദി മൗത്ത്, അതിനാണ് സ്റ്റോമ നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ഇൻ ടു ദ ബ്ലാസ്റ്റോസീൽ. What is the function? The function is to engulf the maternal tissue. Now since this blastula is having a mouth like opening, it is known as a stomoblastula. അടുത്തതാണ് സ്റ്റീരിയോബ്ലാസ്റ്റുല. Now what is a stereoblastula? It is usually seen in nearest and ഇത് എപ്പോഴും ഉണ്ടാവുന്ന ഇറ്റ് ഇസ് എ റിസൾട്ടൻ്റ് ഓഫ് സ്പൈറൽ ക്ലീവേജ് എന്നുണ്ടാകുന്ന ബ്ലാസ്റ്റുലയാണ് സ്റ്റീരിയോബ്ലാസ്റ്റുല. Now this is a compact blastula where which is made up of large size cells. ഇങ്ങനെ ലാർജ് സൈസ് സെൽസ് ബ്ലാസ്റ്റോമിയേഴ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റീരിയോബ്ലാസ്റ്റുല ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ യു ക്യാൻ സീ റെഡ്യൂസ്ഡ് ബ്ലാസ്റ്റോസീൽ ഓർ നോ ബ്ലാസ്റ്റോസീൽ. അടുത്തതാണ് ഡിസ്കോബ്ലാസ്റ്റുല. നൗ ഡിസ്കോബ്ലാസ്റ്റുല ടിപ്പിക്കലി എന്തിൻ്റെ റിസൾട്ടൻ്റ് ആണ്? നൗ ഇറ്റ് ഈസ് എ റിസൾട്ടൻ്റ് ഓഫ് ഡിസ്കോയിഡ് ക്ലീവേജ്. ഇത് ഏത് മീറോബ്ലാസ്റ്റിക് ഡിസ്കോയിഡൽ ക്ലീവേജിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഡിസ്കോബ്ലാസ്റ്റുല കാണാൻ പറ്റുക. യു നോ ദാറ്റ് ഇത് യൂഷ്വലി കാണുന്നത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സിലൊക്കെയാണ് കാണുന്നത്. ആൻഡ് ഹിയർ എവിടെയാണ് ബ്ലാസ്റ്റുല കാണാൻ പറ്റുന്നത്? നൗ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള മൾട്ടി ലെയർഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ബ്ലാസ്റ്റുല ക്യാൻ ബി സീൻ ലൈങ് എബവ് ദി അൺഡിവൈഡഡ് യോക്ക്. ഈ യോക്കിന് മുകളിലായിട്ട് ഡിസ്ക് പോലെ മൾട്ടി ലെയർ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? യോക്കിന് മുകളിലായിട്ട് കാണാൻ പറ്റും. നൗ യൂഷ്വലി ദ ബ്ലാസ്റ്റോഡിസ്ക്, ഈ കാണുന്നതാണ് ബ്ലാസ്റ്റോഡിസ്ക്. ഈ ബ്ലാസ്റ്റോഡിസ്ക് ഇസ് സെപ്പറേറ്റഡ് ബൈ ദ യോക്ക്. ഞാനിവിടെ യോക്ക് മാർക്ക് ചെയ്യാം. The blastocyst is actually separated from the yolk. If this is the yellow color is the yolk ആണെങ്കിൽ the blastocyst is usually separated by the yolk by a small space. ഇവിടെ ചെറിയ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്മോൾ സ്പേസ് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് സ്മോൾ സ്പേസ്
separated by a small space, and this space is known as the subgerminal cavity. ആ സ്പേസിനെയാണ് നമ്മൾ subgerminal cavity എന്ന് വിളിക്കുന്നത്. It is seen in macrolethal, telolethal eggs. So what is discoblastula? Okay, ഇതാണ് ഇവിടെ കാണുന്നത്. Next is blastocyst or blastoderm vesicle. Now this is a special blastula. ഇത് യൂഷ്വലി കാണുന്ന മാമൽസിലാണ്. നമ്മുടെയൊക്കെ ബ്ലാസ്റ്റുല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ എ മോഡിഫൈഡ് വേർഷൻ ഓഫ് സീലോ ബ്ലാസ്റ്റുല, അതായത് ക്യാവിറ്റി ഉള്ള സെൻട്രൽ ക്യാവിറ്റി ഉള്ള ബ്ലാസ്റ്റുലയാണ്. ബട്ട് ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദ ബ്ലാസ്റ്റുല ഹാസ് ഗോട്ട് എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസീൽ. കണ്ടോ, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റോസീൽ ഉണ്ട്, വിച്ച് ഇസ് എൻക്ലോസ്ഡ് ബൈ a single layer of blastoderm. ഈ സിംഗിൾ ലെയർ ഓഫ് ബ്ലാസ്റ്റോഡേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് ഓർ ട്രോഫോഡേം ഓർ ട്രോഫെക്ടോഡേം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓൺ ദി വൺ സൈഡ് ഓഫ് ദി ബ്ലാസ്റ്റോസിസ്റ്റ് യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ സെല്ലുലാർ മാസ്. അകത്ത് ഒരു സെല്ലുലാർ മാസിനെ കാണാൻ പറ്റും. ഈ സെല്ലുലാർ മാസാണ് ഇവിടുത്തെ പ്രത്യേകത. ദ സെല്ലുലാർ മാസ് ഇസ് നോൺ ആസ് ദി എംബ്രിയോബ്ലാസ്റ്റ്. ഈ എംബ്രിയോബ്ലാസ്റ്റിൻ്റെയും ട്രോഫോബ്ലാസ്റ്റിൻ്റെയും പ്രത്യേകത എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് എന്ത് സംഭവിക്കുന്നത്? ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഓഫ് ദി ബ്ലാസ്റ്റോല ഇറ്റ് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് യൂട്രൈൻ വാൾ. അതായത് പ്ലാസൻറ്റ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള യൂട്രൈൻ വാളായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആരാണ്? ഈ ട്രോഫോബ്ലാസ്റ്റ് ആണെങ്കിൽ ദ എംബ്രിയോ, ദ ഇൻഡിവിജ്വൽ, ദ ഓസ്പ്രിങ്, അല്ലെങ്കിൽ ദ എംബ്രിയോ പ്രോപ്പർ, എംബ്രിയോയുടെ പ്രോപ്പർ ബോഡി. പ്ലാസൻറ്റ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി എംബ്രിയോ, ബട്ട് എംബ്രിയോയുടെ പ്രോപ്പർ ബോഡി ഉണ്ടാകുന്നത് എവിടെ നിന്ന് മാത്രമായിട്ടാണ്? ഈ എംബ്രിയോ ബ്ലാസ്റ്റ് എന്നാണ്. അപ്പം അങ്ങനെ നമുക്കൊരു ട്രോഫോബ്ലാസ്റ്റിനെയും ഒരു എംബ്രിയോ ബ്ലാസ്റ്റിനെയും കാണാൻ പറ്റുന്ന ഈ ഒരു ബ്ലാസ്റ്റുലിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. മെയിൻലി സീൻ ഇൻ ഹ്യൂമൻസ് അല്ലെങ്കിൽ മാമൽസ്. അടുത്തത് എന്താണ്? ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുല ഇസ് ആക്ച്വലി പെരിബ്ലാസ്റ്റുല. ഓക്കെ, പെരിബ്ലാസ്റ്റ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം പെരിബ്ലാസ്റ്റുല. ഇത് ഈ ഒരു കൈൻഡ് ഓഫ് ബ്ലാസ്റ്റുല. ഇത് എഗ്ഗൊക്കെ നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? നൗ ദിസ് ഇസ് യൂഷ്വലി സീൻ ഇൻ ഇൻസെക്ട്സ്. ഇപ്പോൾ ഇൻസെക്ട്സ് നമുക്കറിയാം സെൻട്രോലെസീത്തൽ എഗ്ഗാണ്. അവർക്ക് നടക്കുന്നത് അവരുടെ ക്ലീവേജ് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്ലീവേജ്, സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ് അവിടെ നടക്കുന്നത്. സോ സെൻട്രോലെസീത്തൽ എഗ്ഗിൽ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? യു ക്യാൻ സീ ദാറ്റ് എ സിംഗിൾ പെരിഫറൽ റിംഗ് ഓഫ് ബ്ലാസ്റ്റോമിയസിനെ കാണാൻ പറ്റും. ബട്ട് നടുക്ക് ക്യാവിറ്റി ഉണ്ടോ? ബ്ലാസ്റ്റോസീലുണ്ടോ? നോ, ദർ ഇസ് നോ cavity or blastocele. Now ഇവിടെ the central space is filled with yolk. അപ്പോൾ single layer of peripheral ring of blastomeres which is surrounding a central mass of undivided yolkiനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിബ്ലാസ്റ്റുല വിളിക്കുന്നത്. ഇവിടെ there is no blastocele and is usually seen in centrolecithal egg and it is a resultant of superficial cleavage. So ഇത്രയുമാണ് blastulation, morulation and the different types of blastula. Please go through it. Thank you.